കഴിഞ്ഞ 6-7 മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 25-ന് തന്നെ എൻ്റെ ദീർഘകാലമായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തും ഒരു സഖാവുമായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഇൻഫർമേഷൻസ് എനിക്ക് തരുന്നത്. അത് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ ഒരു മാധ്യമ പ്രവർത്തക രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയിൽ നിന്ന് ഗർഭം ധരിക്കുകയും വിവാഹ വാഗ്ദാനം നൽകി അദ്ദേഹം പീഡിപ്പിക്കുകയും എന്നാൽ അയാൾ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് എനിക്ക് ആദ്യമായി എനിക്ക് കിട്ടിയത്. ഇത് ആദ്യമായി അയാൾ എന്നോട് സംസാരിക്കുമ്പോൾ, എൻ്റെ സുഹൃത്ത് എന്നോട് സംസാരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. കാരണം അതിന് മുന്നോ അതിന് പിന്നെയോ അത്തരമൊരു വാർത്ത ഞാൻ അയാളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. നമുക്ക് രാഷ്ട്രീയപരമായും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ സാമൂഹ്യപരമായും ഒക്കെ നമുക്ക് വിയോജിപ്പുകളുള്ള പല മനുഷ്യരും ഉണ്ടാവും. എന്നാൽ പോലും ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവായിട്ടുള്ള പാലക്കാട് MLA ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഒരു സ്ത്രീക്ക് ഉണ്ടായി എന്നുള്ളത് സത്യത്തിൽ എന്നെ വ്യക്തിപരമായി തന്നെ ഞെട്ടിച്ചിട്ടുള്ളൊരു വാർത്തയായിരുന്നു. അങ്ങനെ എന്നോട് ഈ ഇൻഫർമേഷൻസ് എനിക്ക് നൽകിയ ആ സുഹൃത്തിനോടുള്ള എനിക്ക് എല്ലാ കാലത്തും എനിക്ക് വിശ്വാസമുള്ള ഒരു സുഹൃത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വാർത്തയെക്കുറിച്ച് എനിക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാനത് എഴുതാൻ പോകുന്ന ഒരു വിഷയം ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ, എനിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അദ്ദേഹം എനിക്ക് കൈമാറുകയുമാണ് ചെയ്തത്. സത്യത്തിൽ ഞാൻ ആ പോസ്റ്റ് എഴുതുമ്പോൾ ഇതൊക്കെ അത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് എന്നുള്ളൊരു ധാരണയ്ക്ക് പുറത്താണ് ഞാനത് എഴുതി തുടങ്ങുന്നത്. അത് എഴുതി തുടങ്ങുമ്പോൾ കേവലം ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു മാധ്യമ പ്രവർത്തക ഒരു രാഷ്ട്രീയ നേതാവിനാൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരൊറ്റ വാർത്ത മാത്രമാണ് എൻ്റെ മനസ്സിൽ. അങ്ങനെയാണ് ഞാനത് എഴുതി തുടങ്ങുന്നത്. ഞാനത് എഴുതി തുടങ്ങുന്നതും കേരളത്തിലെ പ്രമുഖ ഒരു മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ മേധാവികളോടും അവിടുത്തെ മാധ്യമ പ്രവർത്തകരോടും ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഞാൻ ആദ്യമായി ഇട്ടത്. ഞാൻ സാധാരണ രാഷ്ട്രീയ വിഷയങ്ങളും സാമൂഹിക വിഷയങ്ങളൊക്കെ വരുമ്പോൾ വളരെ കാലമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പെട്ടെന്ന് പോസ്റ്റ് ഇടുന്ന ഒരു വ്യക്തിയാണ്. എങ്കിൽ കൂടി അപ്പുറത്ത് നിൽക്കുന്നത് ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ടും ഒരു സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ടും നമ്മുടെ എന്തെങ്കിലും താല്പര്യങ്ങൾ ആ പോസ്റ്റിൽ നിഴലിക്കരുത് എന്ന് വാശിയുള്ളത് കൊണ്ടും ഞാൻ ആ പോസ്റ്റ് പല തവണ വായിച്ച് പല ആവർത്തി വായിച്ച് തിരുത്തിയും വെട്ടിയും ഒക്കെ ദീർഘനേരം സമയമെടുത്താണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു ഫേസ്ബുക്ക് മറ്റുള്ള മനുഷ്യരെ വിഷമിപ്പിക്കരുത് എന്നുള്ള ദൃഢനിശ്ചയം എനിക്കുണ്ടായിരുന്നു. തീർച്ചയായും ഞാൻ അത്തരം ഒരു ഫേസ്ബുക്ക് ഞാൻ പോസ്റ്റ് ചെയ്തു. പക്ഷെ ആ പോസ്റ്റ് ചെയ്ത ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്ക് മനസ്സിലായി ഇതൊരു പുതിയ വാർത്തയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ദീർഘകാലമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ എനിക്ക് മാധ്യമ മേഖലയിൽ നിന്നുള്ള നിരവധി സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത അവസാനം എത്തിയ ഒരാളാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് പിന്നീടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായത്. ഞാനിത് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് മറ്റു പലർക്കും അറിയാമായിരുന്നു. അത് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരായ പല സുഹൃത്തുക്കൾക്കും ഈ വിവരം അറിയാമായിരുന്നു എന്നുള്ള വാർത്ത എന്നെ വലിയ നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം എല്ലാവർക്കും ഇത് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് ഇവർ നിശബ്ദത പാലിച്ചു എന്നുള്ളത് ഈ സമയമായിട്ടും എനിക്കിത് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടായിരുന്നിരിക്കില്ല ഒരുപക്ഷെ അവരത് മൂടി വെച്ചത്. മറിച്ച് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വിടുമ്പോൾ ഉണ്ടാവുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോഴും റിനിയെ പോലുള്ള ആളുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം പേടിച്ചിട്ടായിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതല്ലാതെ സ്വന്തം സഹപ്രവർത്തക പീഡിപ്പിക്കപ്പെട്ടിട്ടും മാധ്യമ മേഖലയിൽ നിന്നാണ് ഇപ്പോൾ പുറത്തു വന്ന 2-3 വാർത്തകളും അടുപ്പിച്ച് വരുന്നത്. സ്വന്തം സഹപ്രവർത്തക പീഡിപ്പിക്കപ്പെട്ടത് അറിഞ്ഞിട്ടും ആ വാർത്ത പുറത്തെത്തിക്കാതെ നിശബ്ദത പാലിച്ചു എന്നുള്ളത് എനിക്ക് ഇതുവരെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ മാധ്യമപ്രവർത്തകരെയൊക്കെ കാണുന്നത് ധാർമ്മികത നിഴലിക്കുന്ന അതല്ലെങ്കിൽ അത് ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന പ്രവർത്തകരെന്നാണല്ലോ. അപ്പോൾ സ്വന്തം സഹപ്രവർത്തകയാണ് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും വേണ്ട. സഹപ്രവർത്തകയോട് തന്നെ സംസാരിച്ചാൽ അതിന്റെ വസ്തുതകൾ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. എന്നിട്ടും ഒരാള് പോലും അത് പറയാൻ തയ്യാറാവാതെ നിശബ്ദത പാലിച്ചു എന്നുള്ളത് വളരെ നിരാശാജനകമായിട്ടാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് അതിനെ തുടർന്ന് മറ്റു പലരും പോസ്റ്റുകൾ എഴുതി. തീർച്ചയായും അത്തരം ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം വ്യക്തിപരമായി തന്നെ നിരവധി ആക്രമണങ്ങൾ നമ്മളെ തേടി എത്തിയിട്ടുണ്ട്. സൈബർ ആക്രമണങ്ങൾ ഇതിനു മുന്നും പുത്തരി അല്ലാത്തത് കൊണ്ട് എനിക്കതിനെ വലിയൊരു ഗൗരവമായിട്ട് ഞാൻ കണ്ടില്ല. എങ്കിൽ കൂടി പലതരത്തിലുള്ള ആക്രമണങ്ങൾ പലയിടത്തു നിന്നായി ഉണ്ടായി. അത് ഇത്തരമൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ
ഇത്തരമൊരു വിഷയം മറ്റുള്ളൊരു തരത്തിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ള ഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്ന അതല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഇടതുപക്ഷക്കാരായ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ അത്തരമൊരു വിഷയത്തെ ഉയർത്തേണ്ടിയിരുന്നോ എന്നുള്ള ചോദ്യം ഞാൻ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അത് സത്യമാണ് എന്നുള്ളൊരു ഉറച്ച ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ തുടരെ ആ വിഷയത്തെ അധികരിച്ച് പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് പിന്നീട് പോസ്റ്റുകളും റിനിയുടെ വെളിപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായത്.